നീ ഇങ്ങനെ പടം വരച്ചോണ്ടിരുന്നോ കേട്ടോ, അച്ഛനിപ്പം ഇങ്ങ് വരും. പുറത്താക്കിയല്ലേ? ഇന്നെന്തിനാ പുറത്താക്കി? അച്ഛാ, വചനം പഠിപ്പിച്ചോണ്ടിരുന്നപ്പം അവൻ പടം വരച്ചു, സിസ്റ്റർ അവനെ ഇറക്കിയും വിട്ടു. അപ്പൊ നിന്നെ എന്തിനാ പുറത്താക്കി? അത് ഞാൻ പറയാ അച്ഛാ. എന്നെ ഇറക്കി വിട്ടപ്പോളേ പുള്ളിക്കാരിരുന്ന് ചിരിച്ചു. സിസ്റ്റർ പറഞ്ഞു 10 തവണ എഴുതിയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. മർക്കോസ് 16:15. ഇതാച്ച എഴുതണ്ടേ? അല്ല, ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾക്ക് സുവിശേഷം പ്രസംഗിച്ചു. നമുക്കോ ആകെപ്പാടെ എനിക്കറിയുന്ന പടം വരയ്ക്കാനാ. ഞാൻ പിന്നെ എന്നെ ചെയ്യാനാ? എടാ, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് സുവിശേഷം പ്രഘോഷിക്കാം. എങ്ങനെ? ഞാൻ പറഞ്ഞുതരാം, നീ നീങ്ങിരി. ഞാനൊരു കഥ പറയാം. ഒരു കലാകാരൻ്റെ കഥ, ഒരു മ്യൂസീഷ്യൻ്റെ കഥ. ഒരിടത്ത് ഒരു മ്യൂസീഷ്യൻ ഉണ്ടായിരുന്നു. തൻ്റെ കഴിവിനെ ദൈവത്തിനേക്കാൾ മേലെ വിശ്വസിച്ചവൻ. അവൻ്റെ കഴിവിൽ മാത്രം ഉറച്ചു വിശ്വസിച്ച് അവൻ അധ്വാനിച്ചു. അങ്ങനെ അവൻ്റെ കഴിവിനെ ലോകം അറിയുവാൻ തുടങ്ങി. പണവും പ്രശസ്തിയും ഒഴുകിയെത്തി. ആ കഴിവ് എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി. അവൻ്റെ കഴിവിനേക്കാൾ കൂടുതൽ അവന് കഴിവ് നൽകിയ ദൈവത്തെ ആശ്രയിക്കുന്നവരായിരുന്നു അവൻ്റെ മാതാപിതാക്കൾ. പക്ഷേ കഴിവ് നൽകിയ ദൈവത്തിലേക്ക് ഒന്ന് നോക്കാനോ ദൈവത്തിനായി അവൻ്റെ കഴിവ് ഉപയോഗിക്കാനോ അവൻ തയ്യാറായില്ല. ലോകം തരുന്ന പ്രോത്സാഹനങ്ങളും പ്രശസ്തിയുമായിരുന്നു അവൻ്റെ ദൈവം, അവൻ്റെ സന്തോഷം. അങ്ങനെ ഒരു സമയത്ത് അവൻ്റെ കഴിവ് അവനെ കൈവിടാൻ തുടങ്ങി. പ്രോത്സാഹനങ്ങൾ അവഹേളനമായി, പ്രശസ്തി കല്ലേറായി. തകർച്ചയിലും കൂടെയുള്ള ദൈവത്തിലേക്ക് അവൻ തിരിഞ്ഞില്ല. സംഗീതം തേടി അവൻ ലഹരികളിലേക്ക് തിരിഞ്ഞു. ഒന്നിലും അവൻ സമാധാനമോ സംഗീതമോ കണ്ടെത്തിയില്ല. കൂടെയുള്ള ദൈവത്തിൽ ഉള്ളിലുള്ള സംഗീതത്തെ കണ്ടെത്താൻ അവൻ്റെ മാതാപിതാക്കൾ അവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരാശയുടെ ഭാരം അവനെ തളർത്തി. ഉള്ളിലുള്ള സംഗീതം കൂടെയുള്ള ദൈവമാണെന്ന ഉൾവിളി ക്രൂശിൻ്റെ സംഗീതമാവാൻ അവനെ പ്രേരിപ്പിച്ചു. ക്രൂശിനായി
സംഗീതം സുവിശേഷമാക്കാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ അവനൊരു 5-ാം സുവിശേഷമായി മാറി.